ഡേയ്സ് കഴിഞ്ഞു ഇത്. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോട്ടിലാണ്, ചെക്ക് ഡാമിലാണ്. അപ്പം നല്ല വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് അടിപൊളി ഊണാണ്. അപ്പോൾ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പ്ലസ് ഓൺ ദ വേ കണ്ട ചെറിയ ചെറിയ ഹോട്ടൽ, വനിതാ മീൽസ്, കുടുംബശ്രീ മീൽസ്, നാടൻ ചായക്കട, അങ്ങനത്തെ എല്ലാ കടകളിലും നിർത്തിയിട്ട് അവിടുത്തെ ഓരോ സ്പെഷ്യലും വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ഒറ്റ പ്ലാസ്റ്റിക്കുള്ള നമ്മളിവിടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ 50% അവിടെയുള്ള കുത്തിരി ചോറ് ഞാൻ പ്ലേറ്റിൽ വിളമ്പിയുണ്ട്. ഈ ചോറ് മുഴുവൻ എനിക്കല്ല കേട്ടോ, ക്യാമറാമാനും എനിക്കൊരു അനിയനുണ്ട്, അവനും വാരി കൊടുക്കണം. അപ്പോൾ അവർ രണ്ടുപേരും കൈ നനക്കില്ലാതെ, അപ്പോൾ കുറച്ച് അധികം അടുത്താണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ കറിയായിട്ട് നോക്കാം. അപ്പോൾ ഞാനിതെൻ്റെ മടിയിൽ വെക്കുന്നുണ്ടേ. ഫസ്റ്റ് വരുന്ന വഴിക്ക് ചേമ്പും താളെന്ന് പറഞ്ഞ് ചേച്ചിമാരുടെ ഒരു കട കണ്ടു. അവിടെ നിന്ന് കക്ക വാങ്ങിയിരുന്നു കേട്ടോ. അപ്പം അത് നമുക്ക് സൈഡിലിട്ട് കൊടുക്കാം. പിന്നെ ആ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ കൊഴുവപ്പീര വാങ്ങിയിരുന്നു. എനിക്കുണ്ടല്ലോ സന്തോഷം, ഈ പ്ലേറ്റ് മതിയാവാതെ വരും, അതാണ് ആകെ ഒരു വിഷമം. പിന്നെ കടയുടെ പേര് 2 ബ്രദേഴ്സ്, മുടത്തോട് ജംഗ്ഷൻ എവിടെയാണ്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ നിർത്തിയ അപ്പം നോക്കുമ്പോൾ ആ ചേട്ടന് അവിടെ പൊതിച്ചോറ് കിട്ടണം. അപ്പോൾ അവിടുത്തെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അയില ഫ്രൈ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ അവിടുത്തെ അയില ഫ്രൈ മേടിച്ചു. 2 അയില ഫ്രൈ ആട്ടോ മേടിച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ ചേച്ചി ബീഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബീഫ് മേടിച്ചു. ഈ ചോറ് താഴെ പോകാനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് മടിയിലിരുന്ന്. ഇത് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ, വേണേ പിന്നെ എടുക്കാം, അല്ലെങ്കിൽ എല്ലാം സ്ഥലം ഉണ്ടാവില്ല. ഇനി അവിടുന്ന് തന്നെ ആ ചേട്ടൻ പൊടിച്ചോറ് കിട്ടുമ്പോൾ നല്ല അവിയലിൻ്റെ മണം. അപ്പോൾ വിഷ്ണു പറഞ്ഞു അവൻ അവിയൽ വേണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചു കുറച്ച് അവിയലും കൂടെ മേടിച്ചേ. ഈശ്വരാ, കൊല്ലണ സ്ഥലമില്ലാണ്ടായിരിക്കും, എൻ്റെ ഐഡിയയുടെ ടേസ്റ്റും. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് അവിയൽ മേടിച്ചു. അപ്പോൾ അവിയലുണ്ട്. ഇനി ആ ഷോപ്പിൽ നിന്നല്ല, വേറൊരു ഷോപ്പിൽ നിന്ന് വന്ന വഴിക്ക് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ചാള ഫ്രൈ. ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, വിത്ത് ലോട്ട് ഓഫ് ഉള്ളി. അപ്പോൾ ചാള ഫ്രൈ മേടിച്ചു. ഷോ, ആ വലിയ പ്ലേറ്റ് എടുത്തിരുന്നെങ്കിൽ, നമ്മുടെ ആ ഇല പ്ലേറ്റ് ഇല്ലേ, അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉണ്ണാൻ എളുപ്പമുണ്ടായിരുന്നു. ഇനിയും കറി കിടക്കണം, ഇതെവിടെ വിളമ്പും. അപ്പോൾ ചാള ഫ്രൈ മേടിച്ചു. ഇനി അവിടുന്ന് നമ്മുടെ മുടത്തോട് 2 ബ്രദേഴ്സ് കടയിൽ നിന്ന് അവിടുന്ന് മീൻ കറി ഇല്ല എന്ന് പറഞ്ഞു, മീൻചാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മീൻചാറ് മേടിച്ചു, കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബീഫും മീനും ഒക്കെ കൂടെ മിക്സ് ആവും. അപ്പോൾ ഇത്രയും കറികൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിരുന്നു. ഇത് കൂടാതെ അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല നാടൻ അച്ചിങ്ങ മെഴുക്ക് വരട്ടി, ഇതിൽ ചോറ് കണ്ടുപിടിക്കുന്നത്, അവൻ ചോദിക്കുക ചോറ് എവിടെയാണ്, ചോറ് കണ്ടുപിടിക്കുന്നവർക്ക് പ്രൈസ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും തീർന്നു എന്ന്. ഇല്ല, നല്ല അപ്പപ്പുണ്ടാക്കിയ നല്ല മാങ്ങ അച്ചാർ. അപ്പം അതും ഞാനൊരു സൈഡിൽ കുറച്ച് കൊട്ടി കൊടുത്തു. പിന്നെ അമ്മയുടെ സ്നേഹം, ഒരു മഞ്ഞക്കറി ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. അവിടെ ഒരു ഇത്തിരി ചോറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് കഴിക്കാൻ പോകണോ. മൈ ഗോഡ്, ഇതിൽ ചോറ് സത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റണില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഊണ് കഴിക്കണം എന്നില്ല, അത്ര ഹാപ്പിയാണ്. പക്ഷെ അതും പറഞ്ഞ ഊണ് കഴിക്കും, കഴിക്കാതിരിക്കില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ ഏത് സ്റ്റാർട്ട് ചെയ്യണം? സത്യം നല്ല കൺഫ്യൂഷനാണ്. ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ പോണത് മീൻപീരയാണ് കേട്ടോ. കണ്ടോ, ഞാൻ ചോറ് കണ്ടുപിടിച്ചു. അയില ഫ്രൈ കുറച്ച് കക്ക ഇറച്ചി, കുറച്ച് അവിയലിൻ്റെ ബീഫ്,
പുറകിൽ നിന്നൊരുത്തൻ കൊതിയുണ്ട്. ബീഫ് കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഒരെണ്ണം വായിൽ വയ്ക്കുമ്പോൾ എൻ്റെ ടെൻഷൻ അടുത്തേത് നിൽക്കുന്ന സൂപ്പർ. ഈ ആംബിയൻസിൽ ഫാമിലി ആയിട്ട് വന്നു ഭക്ഷണം കഴിച്ചത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.